എൻ്റെ കുട്ടിക്കാലത്ത് ലഹരിയുടെ എക്സ്ട്രീമായിരുന്നു കഞ്ചാവ്. ആ, കഞ്ചാവിനൊക്കെ മറികടന്ന കാലം ഒരുപാട് ദൂരം നടന്നുപോയി. പക്ഷെ അന്ന് കഞ്ചാവ് കടത്ത്, കഞ്ചാവ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ചുറ്റും ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. അക്കാലമാണ് ഉള്ളിൽ മോഹൻലാൽ ജീവിച്ചു തുടങ്ങിയ കാലം എന്ന് പറയുന്നത്. അന്ന് മുതലേ ഒരു മോഹവസ്തുവായി പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് മലയാളി മോഹൻലാലിനെ. മലയാളി ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിച്ച പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മലയാള വിപണിയിൽ നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ലാലേട്ടനാണ്. ലാലേട്ടൻ കഴിഞ്ഞിട്ടേ കഞ്ചാവ് പോലും വരുന്നുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് മോഹൻലാൽ ഒരു കഞ്ചാവ് ചെടിയാണ്. വളരെ ദുർബലമായൊരു ചെടിയുടെ പേരല്ല കഞ്ചാവ് എന്ന് പറയുന്നത്. നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്രയും വലുപ്പമുള്ള ഒരു മഹാവൃക്ഷത്തിൻ്റെ പേരാണ് സത്യത്തിൽ കഞ്ചാവ് എന്ന് പറയുന്നത്. അത്രമേൽ ലഹരി പിടിപ്പിച്ച മനുഷ്യർക്കിട്ട തലക്കെട്ടാണ് ഞാൻ കഞ്ചാവ് എന്നത്. ആ തലക്കെട്ട് ആദ്യമിട്ടത് ലാലേട്ടനാണ്.